തലയും കൊമ്പുകളിൽ 10 രാജകുടിയും തലയിൽ ദൂഷണനാമവും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്നും മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെ നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെയും നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത് അന്ത്യക്രിസ്തുവിന്റെ വെളിപ്പെടലുള്ള സംഭവിക്കുന്ന, അതായത് അന്ത്യക്രിസ്തുവിന്റെ രൂപങ്ങളെ പറ്റിയാണ് നമുക്ക് ഈ വചനങ്ങളിലൂടെ കാണുവാനായി കഴിയുന്നത്. എനിക്ക് വിഷമമുണ്ടാക്കിയ വാക്യമാണ് 6-ാം വാക്യം. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവ ദൂഷണത്തിനായി വായ് തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവനാമത്തെ ദുഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവത്തെ ആരാധിച്ചിരുന്ന ദൂത ഗണമാണ് ലൂസിഫർ എന്ന് നമുക്ക് വചനത്തിലൂടെ കാണുവാനായി കഴിയുന്നു. ഒരു ദിവസം നിഗളം കടന്നു വന്നപ്പോൾ, ദൈവത്തിനെക്കാളും ഉയരണമെന്ന ചിന്ത വന്നപ്പോൾ ദൈവം വെട്ടി ഭൂമിയിലേക്ക് അവരെ ഇടുവാനിടയായി അത് ഈ ലോകത്തിൽ പിശാചായി മാറിയെന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അതായത് ദൈവജനം ദൈവത്തോട് അടുക്കാതെ പിശാചിന്റെ പ്രവർത്തികൾ പിശാചിന്റെ പ്ലാനിനകത്തായിരിക്കണമെന്ന് ആ പിശാചിന്റെ പദ്ധതി എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. പിശാചിന് അധികാരമുണ്ട്, പക്ഷേ സർവ അധികാരം നമ്മുടെ സർവ സൈന്യാധിപനായ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. പിശാചിന് അധികാരമുണ്ട്, ശരിയാണ്. പിശാചാണ് ലോകത്തിൽ ജീവിക്കും, പിശാചാണ് ലോകത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, പക്ഷേ ദൈവത്തിന്റെ മുമ്പാകെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം, അതായത് ഏലിയാവിനെ പോലെ ബെൻസൺ ഇഡിഹോസായെ പോലെ ഒരു കൂട്ടം അഭിഷക്ത ഗണമുണ്ടെങ്കിൽ നമ്മളായിരിക്കും നമ്മുടെ പട്ടണങ്ങളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ച് നടക്കുന്ന 7 വർഷങ്ങൾ അന്ത്യക്രിസ്തുവിനുണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ മഹത്വ പ്രത്യക്ഷത, ദൈവത്തിന്റെ പരസ്യ വരവിങ്കൽ ദൈവത്തെ ദുഷിച്ച ആ അന്ത്യക്രിസ്തു അവന്റെ തല അവൻ കുനിക്കുവാനിടയാകും. കാരണം നമ്മുടെ ദൈവം രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായി വാനമേഘങ്ങളിൽ വരുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ദൈവത്തിന് തക്കതായ ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആ ദൈവത്തിലേക്ക് നോക്കി പാർക്കേണ്ടത് ആവശ്യമാകുന്നു. ഒത്തിരി വാക്യങ്ങൾ ഇതിനാസ്പദമായുണ്ട്, ഇതൊന്നും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 19 7, 8, 9 വാക്യങ്ങൾ, മത്തായി 25 43, 44 വാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ടെ. സന്തോഷിച്ച് ഉല്ലസിച്ച് ഒരു മഹത്വം കൊടുക്കുക. 25, 43, 44. മത്തായി 25 43, 44. നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല, അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ
തടവിലോ ആയി എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. ഹല്ലേലൂയ. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നന്മ ചെയ്യുന്നവരാണെങ്കിൽ ആ ദൈവത്തിന്റെ വരമെങ്കിൽ നമ്മൾ എടുക്കപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വകയിലെല്ലാം യേശു കർത്താവ് വന്നതായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവെ അങ്ങ് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ വന്നത്? അപ്പോൾ യേശു പറയുവാനിടയായി, ഞാൻ വന്നിട്ടില്ല, നിങ്ങളിൽ എളിയവരോട് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എനിക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. ഒന്നാമത് നമ്മൾ ദൈവമായ രഹസ്യ ബന്ധം, രണ്ടാമത് വിശുദ്ധി, മൂന്നാമത് നമ്മൾ നന്മ ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം ചെയ്ത ആ ദൈവിക നന്മ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ സകലർക്കും വേണ്ടി നന്മ പ്രവർത്തിച്ചു, അതുപോലെ നമ്മളും നന്മ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാകുന്നു. ഹല്ലേലൂയ. എങ്കിൽ ആ ദൈവത്തിന്റെ വരവിങ്കൽ നമ്മൾ എടുക്കപ്പെടുവാൻ ഇടയാകുമെന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. നമ്മൾ നന്മ ചെയ്തത് കൊണ്ട് മാത്രം ഒരിക്കലും ആ വരവെങ്കിൽ എടുക്കപ്പെടത്തില്ല. വിശുദ്ധിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു. ഹല്ലേലൂയ. ഇതിനാസ്പദമാക്കി ഒത്തിരി വാക്യങ്ങളുണ്ട് എഴുതുന്നവർക്കായി. 1 തെസ്സലോനിക്കരുടെ ലേഖനം 5:2 1 കൊരിന്ത്യർ 3:10 ലൂക്കോസിന്റെ സുവിശേഷം 21:35-36 വാക്യങ്ങൾ, മത്തായി 24:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് ഞാൻ രണ്ടാം വരവിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ആഴത്തിൽ പറയുവാനിടയായി. ഒന്നാമത് എന്താണ്? രഹസ്യവരവ്. രണ്ടാമത് പരസ്യവരവ്. രഹസ്യവരവിന്റെ വേറൊരു പേരാണ് മേഘപ്രത്യക്ഷത. പരസ്യവരവിന്റെ വേറൊരു പേരാണ് മഹത്വത്തിന്റെ പ്രത്യക്ഷത. ഹല്ലേലൂയ. ഇതിനെല്ലാം മുന്നോടിയായിട്ട് ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ട് ആവശ്യമാകുന്നു. ഹല്ലേലൂയ. അതായത് നമ്മുടെ തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുന്നത് പ്രകാരം അത് സംഭവിക്കേണ്ടത് ആവശ്യമാകുന്നു. വചനം പറയുന്നു, അനേക ഭൂകമ്പങ്ങൾ, അനേക യുദ്ധങ്ങൾ, ജാതി ജാതിയോടും വംശം വംശത്തോടും രാജ്യങ്ങൾ രാജ്യത്തോടും യുദ്ധം ചെയ്യുമെന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. നമ്മുടെ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ, അതായത് അബ്രഹാമിന്റെ കാലം മുതലേ അനേക ക്ഷാമങ്ങളെ പറ്റി നമുക്ക് പഠിക്കുവാനായി കഴിയുന്നു. ഒത്തിരി ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വചന പറയുന്ന അന്ത്യകാലങ്ങളിലുള്ള ക്ഷാമം എന്ന് പറയുന്നത് ഇത് ഇത്രയും വർഷങ്ങൾ ഉണ്ടായ ക്ഷാമം പോലെയല്ല, അത് അതികഠിനമായിരിക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, മനുഷ്യർ വൈറസുകൾ വരുമ്പോൾ ശരീരം അഴുകിപ്പോകുന്ന, വ്രണങ്ങളായി അഴുകിപ്പോകുന്ന, മനുഷ്യർ അഴുകി വീഴുന്ന അവസ്ഥകൾ, അതായത് മനുഷ്യർ തമ്മിൽ നരബലി പോലെയുള്ള അവസ്ഥകൾ ചെയ്ത് മനുഷ്യരെ തന്നെ ഭക്ഷിക്കുന്ന അവസ്ഥകൾ, മഹാമാരികൾ, പ്രളയങ്ങൾ, ഭൂകമ്പങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കണം, നമ്മുടെ യേശു കർത്താവ് വേഗം വരാറായി. ഹല്ലേലൂയ. നോഹ പ്രകാരം പറഞ്ഞു നടക്കുവാനിടയായി, പെട്ടകം ഞാൻ ഉണ്ടാക്കുന്നു, മഴ വരുന്നു, പെട്ടകത്തിന്റെ അകത്ത് കയറുക എന്ന്. ഹല്ലേലൂയ. നാളുകളായി, വർഷങ്ങളായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിന് ശേഷം അപ്പോസ്തലന്മാർ, ദൈവത്തിന്റെ ഭക്തന്മാർ, സുവിശേഷകന്മാർ, അഭിഷക്തന്മാർ അനേകർ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, യേശു കർത്താവ് വരാറായി. ഹല്ലേലൂയ. കാലം പറയുന്നു, യേശു കർത്താവ് വേഗം വരാറായി. ഹല്ലേലൂയ. അതിന് യാതൊരു സംശയവുമില്ല. ഒത്തിരി വൈറസുകൾ നമ്മുടെ ഭൂമിയിൽ കഴിഞ്ഞു പോയെന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. 1918 സ്പാനിഷ് ഫ്ലൂ എന്ന വൈറസ് പിടിക്കുവാൻ ഇടയായി. 2003 ഏഷ്യ സൈഡ്സ് എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ഏഷ്യയുടെ ചില രാജ്യങ്ങളെ ബാധിക്കുവാനിടയായി. നമ്മളെല്ലാം കണ്ട ഒരു കാര്യമാണ് 2019 അവസാന മാസങ്ങൾ മുതൽ കൊറോണ, അതായത് COVID-19 എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ലോകത്തിൽ നിന്ന് കയറി വരുവാനിടയായി. ഹല്ലേലൂയ. ചൈനയിലെ വെറും ഒരു ചെറിയ ലാഭിക്കുന്ന ഒരു അണുവാണ് ലോകത്തെ മുഴുവൻ വൈറസ് കൊണ്ട് നിറയ്ക്കുവാൻ ഇടയായത്. ഒത്തിരി ദൈവവചനത്തിൽ അടിസ്ഥാനത്തിൽ ഒത്തിരി ക്ഷാമങ്ങളും, ഒത്തിരി ഭൂകമ്പങ്ങളും, ഒത്തിരി മാരക വ്യാധികളും മഹാമാരികളും ഉണ്ടാകും. ഇതിന്റെ മധ്യത്തിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാമെങ്കിൽ ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുവാൻ ഇടയാകും. അടുത്തതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് വേൾഡ് വൈഡ് റിവൈവൽ. ഹല്ലേലൂയ. എത്ര പേർ അതിനായി കാത്തിരിക്കുന്നു? ഒരു ആഗോള ഉണർവിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് ആവശ്യമാകുന്നു. ഹല്ലേലൂയ.
യേശു കർത്താവ് വരുവാൻ പോകുന്നു. ക്ഷാമങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, അന്തിക്രിസ്തുവും വരുവാൻ പോകുന്നു. ഇതെല്ലാം സംഭവിക്കുവാൻ പോകുന്നു. പക്ഷേ ഇതിനെല്ലാം മുന്നോടിയായി പരിശുദ്ധാത്മാവിന്റെ മൂന്നാം ലോക മഹാ ഉണർവ് നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മുടെ ലോകം മുഴുവനും ഉണ്ടാകുവാൻ പോകുന്നു. പറഞ്ഞ് ആമേൻ, ഹല്ലേലൂയ. അത് സംഭവിക്കുവാൻ പോകുകയാണ്. ഒത്തിരി ഉണർവുകളെ പറ്റി നമ്മൾക്ക് വചനത്തിലും നമ്മുടെ ചരിത്രത്തിലും പഠിക്കുവാനായി കഴിയുന്നു. അനേക ഉണർവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ ഉണർവുകളും ചില വർഷങ്ങൾ, ചില മാസങ്ങൾ, ചില ആണ്ടുകൾ നീണ്ടു നിന്നെങ്കിലും അത് സ്റ്റോപ്പായി പോയെന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. പക്ഷേ ദൈവത്തിന്റെ മൂന്നാം ലോക മഹാ ഉണർവ്, അന്ത്യകാല ഉണർവ്, കർത്താവിന്റെ വരവോളം, അതായത് പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന നാളോളം ആ ഉണർവ് നമ്മുടെ ലോകത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ട്രൂ റിവൈവൽ? റിവൈവലിന്റെ യഥാർത്ഥ മീനിങ് എന്താണ്? നമ്മൾ പറയും അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, ജനങ്ങൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് വർഷിപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ഉണർവിന്റെ ഭാഗമാണ്. പക്ഷേ ഉണർവിന്റെ മെയിൻ പോയിന്റ്, അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ. ഹല്ലേലൂയ. ജനങ്ങളിൽ ഉണ്ടാകുന്ന രൂപാന്തരത്തെയാണ് ഉണർവെന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. ഞാൻ ചില ഉണർവുകളെ പറ്റി പറയുവാനായി ആഗ്രഹിക്കുകയാണ്. ആദ്യമായി നമ്മുടെ മർക്കോസിന്റെ മാളിക മുറിയിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിരുന്നു. ആ ചാപ്റ്റർ 2 അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ ഏകദേശം 10ഓളം ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ യേശു കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ അവർ ദാഹത്തോടെ ആയിരിക്കുവാനിടയായി പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവിടെ മേൽ പരിശുദ്ധാത്മാവ് വരുവാനിടയായി. ഹല്ലേലൂയ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായെന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. അടുത്തതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നു 1904 വെൽസിൽ, അതായത് യുണൈറ്റഡ് കിങ്ഡത്തിലെ ഒരു സിറ്റിയാണ്, രാജ്യമാണ് വെൽസ്. നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന 15 വയസ്സുള്ള ഒരു ബാലൻ ദൈവത്തിനു വേണ്ടി ഉണർവായി മാറുവാനിടയായി. ഹല്ലേലൂയ. ഒരു അഭിഷക്തിന്റെ ശുശ്രൂഷയെങ്കിൽ ഞാൻ ഇപ്രകാരം കേട്ടത്, അഭിഷക്തിന്റെ പേര് മറന്നു പോകാനിടയായി. ആ അഭിഷക്തിന് ഇപ്രകാരം പറയുവാനിടയായി, ബെൻഡസ് ഓ ലോർഡ്, ദൈവമേ നമ്മളെ കുനിക്കുമാറാക്കണമേ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പാകെ ഇവാൻ റോബർട്ട്സ് തന്നെ സമർപ്പിക്കുവാനിടയായി. ദൈവമേ, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു, അങ്ങയുടെ മുമ്പാകെ എന്നെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ കുനിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊന്നുമല്ല, നമ്മളെ തന്നെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്തുപയോഗിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഏകദേശം 11 വർഷം ഇവാൻ റോബർട്ട് ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ഇടയായി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ഒരു കുഞ്ഞു ബാലൻ, ആ ഒരു യൗവനക്കാരൻ, 15 വയസ്സായവൻ ദൈവത്തിന്റെ മുമ്പാകെ, കൗമാരപ്രായക്കാരൻ, ദൈവമേ എന്റെ രാജ്യത്തിൽ ഉണർവ് തരണമേ അപ്പാ, എന്റെ പ്രായത്തിലുള്ള ഒത്തിരി തലമുറകൾ നഷ്ടമാകുന്നു അപ്പാ, എന്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗിക്കുന്നു അപ്പാ, നമ്മുടെ രാജ്യത്തിലേക്ക് അങ്ങയുടെ ഉണർവിനെ അയക്കണമേ. 15 വർഷത്തെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയായി പെട്ടെന്ന് ഒരു ഉണർവ് അവിടെ ഉണ്ടാകുവാൻ, അനേക ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആത്മാക്കളെ നേടുവാൻ ആ ഒരു ബാലനെ ദൈവം ഉപയോഗിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. അടുത്തതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നു 2-ാം പെന്തിക്കോസ്, വില്യം ജെ സെയ്മോറിലൂടെ ദൈവം അയച്ച ആ ദൈവിക ഉണർവ്. ഹല്ലേലൂയ. അമേരിക്കയിലെ അസോസ എന്ന് പറഞ്ഞ സ്ട്രീറ്റിൽ ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. അദ്ദേഹം ഒരു കർത്തവർഗക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ബൈബിൾ ക്ലാസ്, അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിനെ പറ്റി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വെള്ളക്കാരുടെ ഒരു ബൈബിൾ കോളേജിലേക്ക് അദ്ദേഹം കടന്നു പോകുവാനിടയായി. അദ്ദേഹം അവിടെ അഡ്മിഷന് ചോദിച്ചപ്പോൾ അവർ പറയുവാനിടയായി, കർത്തവർഗക്കാർക്ക് ഇവിടെ അലോഡ് അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ജനലിന്റെ സൈഡിൽ നിന്ന് പഠിക്കാമെന്ന് അദ്ദേഹത്തോട് പറയുവാനിടയായി. അദ്ദേഹം അത് സന്തോഷത്തോട് സ്വീകരിച്ച് അവിടെ നിന്ന് കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അതിന്റെ അകത്ത് ക്ലാസ് റൂമിൽ ഇരുന്ന ഒരു വ്യക്തിയുമല്ല ഉണർവിന് വേണ്ടി എഴുന്നേറ്റത്. ആ പുറത്തെ നിന്ന്, ആ ജനലിന്റെ അരികിൽ നിന്ന് കേട്ട വചനം പഠിച്ച വില്യം ജെ സെയ്മോറിലൂടെയാണ് ദൈവം ഉണർവ് കൊണ്ടുവന്നത് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തിലൂടെ ഉണർവുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി. ഭവനത്തിൽ അദ്ദേഹം ഒരു സ്ത്രീയുടെ, അവർ നടത്തുന്ന ആലയത്തിന്റെ അകത്ത് അവർ നടത്തുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ്.
അതിൻ്റെ അകത്തേക്ക് അദ്ദേഹം കടന്നു വരുവാണ്. അദ്ദേഹം പഠിപ്പിക്കുവാനിടയായി, പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിക്കുവാനിടയായി. പക്ഷെ അവർ ബാപ്റ്റിസ്റ്റുകാരായിരുന്നു, അവർക്ക് പരിശുദ്ധാത്മാവിനെ വിശ്വാസമില്ലായിരുന്നു. അവർ പെട്ടെന്ന് ആരാധന നടത്തിക്കൊണ്ട സ്ത്രീ താക്കോലുമായി, ആലയത്തിന്റെ താക്കോലും വില്യം ജെ സേമൂർ താമസിക്കുന്ന റൂമിന്റെ താക്കോലും കൊണ്ട് അവർ പോകുവാനിടയായി. ഹല്ലേലൂയ. അദ്ദേഹം വിഷമിച്ച് ആരാധന കഴിഞ്ഞ് നിൽക്കുകയാണ്. ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എങ്ങോട്ട് പോകും? ആ ഒരു നിമിഷം ആ ആലയത്തിൽ തന്നെ ഒരു സഹോദരിയും കുടുംബവും കടന്നു വന്ന് അവരുടെ ഭവനത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ഭവനത്തിൽ ആരാധന തുടങ്ങുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ആരാധന നടക്കുകയാണ്. ആദ്യം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഉണർവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അയക്കണമേ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ നമ്മുടെ മേലേക്ക് അങ്ങ് പകരുമാറാകണമേ. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു നിമിഷം ആ കീബോർഡ് വായിച്ചുകൊണ്ടിരുന്ന, പിയാനോ വായിച്ചുകൊണ്ടിരുന്ന കുട്ടി, ആ പെൺകുട്ടിയാണ്, നിലത്ത് വീഴുവാനിടയായി. ആത്മാവിൽ അന്യ ഭാഷകൾ സംസാരിക്കുവാനിടയായി. അങ്ങനെ ആ കുട്ടി തുടങ്ങി അനേകർ ആത്മാവിൽ സംസാരിച്ച് തുടങ്ങിയെന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവർ അതിൻ്റെ അകത്ത് പ്രാർത്ഥനകൾ ആരംഭിച്ചു, ആരാധനകൾ ആരംഭിച്ചു. അനേകർ ദേശങ്ങളിൽ നിന്ന് കൂട്ടം കൂട്ടമായി കടന്നു വരുവാനിടയായി. ആ ഭവനത്തിന്റെ റൂമുകൾ നിറഞ്ഞു, ഭവനത്തിന്റെ മുറ്റം നിറഞ്ഞു, ആ സ്ട്രീറ്റ് മുഴുവനും നിറയുവാനിടയായി. ഹല്ലേലൂയ. ആ സ്ട്രീറ്റിൽ തന്നെ അവർ ഒരു പശു തൊഴുത്തെടുക്കുവാനിടയായി. അതെല്ലാം ക്ലീൻ ചെയ്ത് അതോട് ഓഡിറ്റോറിയത്തെ പോലെ ആക്കി അതിൻ്റെ അകത്ത് അവർ ആരാധന തുടങ്ങുവാനിടയായി. ആ ഓഡിറ്റോറിയം നിറഞ്ഞ് ആത്മാക്കൾ കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ. ഏകദേശം 15ഓളം വർഷം അതിൻ്റെ അകത്ത് തീ കത്തി പടരുവാനിടയായി. ഹല്ലേലൂയ. ആ റിവൈവലിന്റെ ആ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് നിന്ന് ഒരു തീ ആകാശത്തിലേക്ക് പോകും. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ഷെഖേന ഗ്ലോറി ആ ഓഡിറ്റോറിയത്തിലേക്ക്. ഈ രണ്ട് തീയുമായി ഒരു കണക്ഷൻ ആകാശ വിധാനങ്ങളിൽ സംഭവിച്ച് നീണ്ട 15 വർഷം അത് തുടർന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഹല്ലേലൂയ. അനേക ഫയർ ഫോഴ്സുകൾ വന്ന് അതിനെ അണയ്ക്കുവാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. കാരണം അത് ദൈവത്തിന്റെ തീയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ നാളുകൾ കത്തിക്കഴിഞ്ഞാൽ ഒരു അന്ധകാര മണ്ഡലങ്ങൾക്കും അതിനെ അണയ്ക്കുവാനായി കഴിയത്തില്ല. ഹല്ലേലൂയ. അടുത്തത് ഒരു ഉണർവാണ് അഭിഷേക് നേരത്തെ പറയുവാനിടയായി. നമ്മുടെ ഒത്തിരി വർഷമായില്ല, 1995 അമേരിക്കയിൽ നടന്ന ഒരു ഉണർവാണ് പെൻസക്കോള റിവൈവൽ എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും.